ഒരുപാട് ആളുകൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോ പ്രോസസ്സുകളിലൊക്കെ പോകുന്ന സമയത്ത് ഷോർട്ട് കട്ടുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അതായത് ഷോർട്ട് കട്ട്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന കാണാൻ വേണ്ടി പറ്റും. ഈ ഷോർട്ട് കട്ട്സ് ചേസ് ചെയ്യുന്നതിലൂടെ അവർക്ക് കുറച്ച് സമയം സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് എഫേർട്സ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഇതിലോട്ട് ശരിക്ക് നോക്കുന്ന സമയത്ത് ലോങ് ടേമിലോട്ട് നോക്കുമ്പോൾ ഇവരുടെ പല ഷോർട്ട് കട്ടുകളും അവർക്ക് ലോങ് ടേമിൽ ഇയേഴ്സ് വേസ്റ്റ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ വർഷങ്ങൾ തന്നെ വേസ്റ്റ് ആവുന്നതിനുള്ള കാരണമായിട്ട് മാറുന്ന സിറ്റുവേഷൻസ് കാണാറുണ്ട്. ഇത് കൂടുതലായിട്ട് വരുന്നതാണ് നമ്മളുടെ പ്രത്യേകിച്ച് യങ് ജനറേഷനിലുള്ള ആൾക്കാർ എല്ലാ കാര്യങ്ങളും ഒരു ഷോർട്ട് കട്ടിൽ കൂടെ നടത്തിയെടുക്കാനുള്ള പരിപാടികളാണ് നോക്കുക. ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്തിന് ഒരു ഷോർട്ട് ടേമിലൊരു ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടേമിലൊരു കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ലോങ് ടേമിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് ഫയർ ചെയ്യുകയും നമുക്ക് ഒരുപാട് വർഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് മാസങ്ങൾ അത് കാരണം വേസ്റ്റ് ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇത് നമ്മൾ സംസാരിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വേണം നിങ്ങളിത് കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങളും അത്തരത്തിൽ ഷോർട്ട് കട്ടുകൾ സ്വീകരിച്ച് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ അവെയർ ആയിരിക്കണം എന്നുള്ളതും കൂടി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ നമുക്ക് ഓരോന്നായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാം. ആളുകൾ എന്തുകൊണ്ട് ഷോർട്ട് കട്ട്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നതിനോട്ട് നോക്കുന്ന സമയത്ത് ഷോർട്ട് കട്ടുകൾ പലപ്പോഴും വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് പെട്ടെന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ് ഒന്ന്. നേരെ പക്ഷേ നമ്മളിതിൻ്റെ കറക്റ്റായിട്ടുള്ള ആക്ച്വൽ വർക്കിംഗ് കോൺസെപ്റ്റിലോട്ട് അല്ലെങ്കിൽ വർക്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വിസിബിൾ ആയിരിക്കില്ല. ഇനീഷ്യലി അത് ഇൻവിസിബിൾ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റും റിസൾട്ടും ബിഗ്ഗർ ആയിരിക്കും ഇൻ ലോങ് റൺ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന പല ആളുകൾ, ഇപ്പോൾ നമ്മൾ അത്ലറ്റ്സിന് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നോക്കുന്ന സമയത്തൊക്കെ അവരുടെ ഫാൻസി ഫിറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ അത് പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ഹാക്കുകൾ തേടി പോവുകയാണ് അല്ലേ. ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഇത് നമ്മൾ വിട്ടുപോകുന്ന കാര്യം എന്താ? അവർക്ക് അതിന് പിന്നിലുണ്ടായിട്ടുള്ള സാക്രിഫൈസസ്, അവർ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ കൺസിസ്റ്റൻസി, അവരുടെ റെപ്യൂട്ടേഷൻസ്, അവരുടെ ഹാർഡ് വർക്ക്, ഇതൊന്നും നമ്മൾ കെയർ ചെയ്യാണ്ട് ഒരു ഷോർട്ട് കട്ടിലൂടെ നമുക്ക് എങ്ങനെ അവരെ പോലെ ആവാം, അവരിലോട്ട് എത്താം എന്നുള്ള ഒരു ധാരണയിലോട്ട് നമ്മൾ പോകുന്നതിൻ്റെ ഫസ്റ്റ് റീസൺ ഈസ് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള പെട്ടെന്നുള്ള ചേഞ്ചസ്, പെട്ടെന്നുള്ള ഒരു ഡോപ്പമിൻ നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ഷോർട്ട് ഗെയിൻ അല്ലെങ്കിൽ ക്വിക്ക് ഗെയിനിൻ്റെ പിന്നിൽ നമ്മൾ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ ഷോർട്ട് കട്ടുകളിൽ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റിയത്. ആക്ച്വലി ഈ ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഡോപ്പമിൻ ചേസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഒരു മാസ്റ്ററി അല്ലെങ്കിൽ ഒരു എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരെ സംഭവിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻസിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഒരുപാട് കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഷോർട്ട് ടേം ഗെയിംസ് മാത്രം എടുത്തുകൊണ്ട് അതിലൊരു ഡോപ്പമിൻ കിട്ടി, പിന്നെ ആ ഡോപ്പമിൻ നമുക്ക് ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ അടുത്തൊരു കാര്യത്തിൽ അടുത്ത ചെറിയൊരു കാര്യം അടുത്തൊരു ഷോർട്ട് കട്ടിന് വേണ്ടി പോകുന്നു. അപ്പോൾ ഒരു ഡൊമൈനിലും ഒരു പ്രൊഫഷനിലും ഒരു കരിയറിലും നമുക്കൊരു എക്സ്പെർട്ടൈസോ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ആവാനോ അല്ലെങ്കിൽ മാസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇതിനെ കൊണ്ടെത്തിക്കുന്ന ഒരു ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ അകപ്പെട്ട് പോകുന്ന ഒരു സിനാരിയോ നമ്മൾ വളരെയധികം കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഇതിലൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമുകളുടെ പിന്നാലെ പോകാനും പെട്ടെന്ന് പൈസ കിട്ടാൻ പറ്റുന്ന കോഴ്സുകളുടെ പിന്നാലെ പോകാനും അത്തരത്തിലൊരു ഡോപ്പമിൻ ചേസ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്സ് ഫോളോ ചെയ്യുന്നതും, ഈവൻ വർക്കൗട്ട്സ് അത്ലറ്റ്സ് ഒക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ക്വിക്കായിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള എക്സസൈസിലോട്ടൊക്കെ ഇനീഷ്യലി ഫോഴ്സ് ചെയ്തിട്ട് ഹെൽത്തിനെ അല്ലെങ്കിൽ ഫിസിക്കിനെ ബാധിക്കുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതിൻ്റെ ഒക്കെ റീസൺസ് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് തരുന്ന ആ ഡോപ്പമിൻ്റെ പുറത്താണ്. പക്ഷെ ഇതൊന്നും കൺസിസ്റ്റൻ്റോ അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് ലോങ് ടേമിലോട്ട് നിങ്ങളൊരു ഫെയിലറിലോട്ട് എത്താനുള്ള കാരണമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ നോക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഡോപ്പമിൻ ചേസ് ചെയ്ത് എന്തെല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമായിട്ട് മാറുകയും നിങ്ങൾക്ക് യാതൊരു ഡിവൈനിലും ഒരു എക്സ്പെർട്ടൈസോ ഒരു മാസ്റ്ററിയോ പൊസിഷൻ ചെയ്യാൻ പറ്റാത്ത എന്തെല്ലോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമായിട്ട് നിങ്ങൾ മാറുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിപ്പെടാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഗതി. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഹൈപ്പ് മാത്രമാണ്. ശരിക്കും ലോങ് ടേം എന്നുള്ളതാണ് റിസൾട്ട്സും ഇമ്പാക്റ്റും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. മാസ്റ്ററി എന്ന് പറയുന്നത് ശരിക്കും ബോറിംഗ് തന്നെയാണ്, പക്ഷേ അതിലാണ് ആക്ച്വൽ വിഷനും ആക്ച്വൽ റിസൾട്ടും ആക്ച്വൽ പൊസിഷനിങ്ങും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് റയറായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് ഒരു ഡൊമൈനിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, മാസ്റ്ററി ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ മാത്രം നീഷ് ഡൗൺ ചെയ്ത് അതിലെ എക്സ്പേർട്സ് പ്രൊഫഷണൽസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അവരെ കോമ്പറ്റീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമായിരിക്കും, റൈറ്റ്? ആൻഡ് ഓൾസോ മൂന്നാമതൊരു കാര്യം പറയുകയാണെങ്കിൽ ഷോർട്ട് കട്ട്സ് ഓൾവേസ് കംസ് വിത്ത് ഹിഡൻ കോസ്റ്റ് എന്ന് നമ്മൾ പറയാം. കാരണം ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഫാസ്റ്റ് ഡയറ്റ് നമ്മൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളെ ഹെൽത്തിനെ ബാധിക്കാം. ഒരു ഫാസ്റ്റ് റിച്ച് സ്കീം നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്കാമിൽ എത്തിച്ചേരാം.
ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫാസ്റ്റ് ഗ്രോത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് ബേൺ ഔട്ടിൽ എത്തിച്ചേരാം. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മളുടെ സിറ്റുവേഷൻസിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഫെയിം ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ആൻസൈറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസിലോട്ട് നമ്മളെ മെൻ്റലി എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം ഈ ഫാസ്റ്റായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഷോർട്ട് കട്ടുകളിലൂടെ നേടുന്നതിലുള്ള പ്രശ്നങ്ങളാണ്. ഷോർട്ട് കട്ടുകളിലൂടെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ റിവാർഡുകൾ നേടാൻ പറ്റും, പക്ഷെ അതൊന്നും എന്ത് ചെയ്യില്ല, ലോങ് ടേമിലോട്ട് സസ്റ്റെയിൻ ചെയ്യില്ല. ഇവഞ്ച്വലി അതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ അതെല്ലാം നമുക്ക് വലിയ കോസ്റ്റ് ഉണ്ടാവുന്ന, വലിയ രീതിയിൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളായിട്ട് മാറുന്നുള്ളതാണ്. ഇതിൽ ഷോർട്ട് കട്ടുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റിവാർഡുകൾ പെട്ടെന്നായിരിക്കും, അതിൻ്റെ പെയിന് വരുന്നത് നമുക്ക് ലേറ്റർ ആയിരിക്കും, പെയിന് പിന്നീടായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ ഹാർഡ് വർക്കുകളിൽ, അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ എഫേർട്ട് ഇട്ട് സസ്റ്റെയിൻ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നേടിയെടുക്കുന്ന, സ്ലോ ആയിട്ട് നമ്മൾ നേടിയെടുക്കുന്ന സംഗതികളെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യലി നല്ല പെയിൻ ആയിരിക്കും, നമ്മളത് എടുക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ സക്സസും അതിൻ്റെ റിസൾട്ടും ഇമ്പാക്റ്റും സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ലോങ് റണ്ണിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും വേണ്ടി പറ്റുന്നതാണ് അതിലുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്ത നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷോർട്ട് കട്ട്സ് ഡിസ്ട്രോയ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി അത് ശരിക്കും ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഷോർട്ട് കട്ട്സ് എന്നുള്ളൊരു ബിഹേവിയർ. കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ഷോർട്ട് കട്ട് നോക്കി പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, നിങ്ങൾ ഡെസ്പറേറ്റഡ് ആയിരിക്കും, നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ കുറേ കാലം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള ടാസ്കുകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ സ്കിൽ എന്നതിനെക്കാട്ടിലും ഷോർട്ട് കട്ടിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെയും നിങ്ങളുടെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവഞ്ച്വലി നിങ്ങൾ എന്തായി മാറുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഫൈനലിൽ എത്തിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാനോ പറ്റാത്ത ആളുകളായിട്ട് നിങ്ങൾ മാറുന്ന സിറ്റുവേഷൻസ് ഇത് കാരണം ഉണ്ടാവുകയാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ മടിയന്മാരാവുന്നതും അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആവുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടി തോന്നുന്നതുമെല്ലാം നിങ്ങൾ ഒരിക്കലും ബ്രോക്കൺ ആയതുകൊണ്ടോ നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടല്ല, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഷോർട്ട് കട്ടുകളും ലേസിനെസ്സും ചൂസ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ നിങ്ങളെ ട്രെയിൻ ചെയ്തുകൊണ്ട് മാത്രമാണെന്നുള്ളതാണ് നിങ്ങളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ നിങ്ങൾ ഷോർട്ട് കട്ട്സ് ചൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവഞ്ച്വലി നിങ്ങളും മടിയന്മാരാകാം, നിങ്ങളും ഇൻകൺസിസ്റ്റൻ്റ് ആവാം, സ്ഥിരതയില്ലാത്തവരാവാം, ഇത്തരം സിറ്റുവേഷൻസ് നിങ്ങൾക്കും ഉണ്ടാവാം എന്നുള്ളതാണ്. സോ ദ റിയൽ ഷോർട്ട് കട്ട് ഈസ് ലോങ് ടേം കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. അതായത് നമുക്ക് ലോങ് ടേമിലോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാനും അതിൽ നിന്ന് റിസൾട്ടും ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും നമ്മളുടെ ഷോർട്ട് കട്ട്സ് ടു സക്സസ് എന്ന് പറയുന്നത്. പല ആളുകൾക്കും ഉള്ളൊരു വിചാരം എന്ന് പറയുന്നത് അവർ ഹാക്ക് ചെയ്യുന്ന ടൈമിനെ ഹാക്ക് ചെയ്ത് അവർക്ക് ടൈം കുറക്കാൻ വേണ്ടി പറ്റുന്നതിൽ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, സേവ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. പക്ഷെ ലിറ്ററലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ തന്നെ ഹാക്കിങ്ങിലൂടെ, ട്രിക്കുകളിലൂടെ ഒരു എസ്കേപ്പാണ് അവർ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയാലിറ്റിയിൽ നിന്നുള്ള ഒരു എസ്കേപ്പാണ് അവർ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളുടെ ഷോർട്ട് കട്ട് എന്തായിരിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ട്രിക്കുകളോ ടിപ്പുകളോ ആവരുത് നിങ്ങളുടെ ഷോർട്ട് കട്ട്സ്. നിങ്ങളുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഫോക്കസ് ആയിരിക്കണം. ഫോക്കസ് ആണ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഷോർട്ട് കട്ട് ടു സക്സസ് എന്ന് പറയുന്നത്. ഇതിൽ ഹാർഡ് ട്രൂത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ഈസ് ദ കോമ്പൗണ്ടഡ് റിസൾട്ട് ഓഫ് ഹാർഡ് വർക്ക് എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ടാസ്കുകളുടെ ഒരു വലിയ റിസൾട്ടാണ് നമ്മളുടെ സക്സസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കോമ്പൗണ്ടിങ്, അതിൻ്റെ കൺസിസ്റ്റൻസി, അതിൻ്റെ ഡിസിപ്ലിൻ, അതിൻ്റെ റിപ്പീറ്റേഷനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റിവാർഡ് ചെയ്യുന്നതാണ്. അതല്ലാതെ നമ്മൾ കാണുന്ന പുതിയ പുതിയ ആപ്പുകളോ ഷോർട്ട് കട്ട് ആപ്പുകളോ അല്ലെങ്കിൽ പുതിയ പുതിയ AI ടൂളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോകളോ ഒന്നുമല്ല നമ്മളുടെ ഷോർട്ട് കട്ട് ട്രിക്സ്, ടിപ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സക്സസിലോട്ട് നമ്മൾ എത്തിക്കുന്നതെന്നുള്ളതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഷോർട്ട് കട്ട്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തിലായിരിക്കണം നിങ്ങൾ ഷോർട്ട് കട്ട് എടുക്കേണ്ടത്, എവിടെയായിരിക്കണം നിങ്ങൾ ഷോർട്ട് കട്ട് എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റുക. സോ നിങ്ങളുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് സിമ്പിൾ കൺസിസ്റ്റൻറ്റ് വർക്കാണ്, റിപ്പീറ്റഡ് ടാസ്കുകളാണ്, അതിൽ നിന്നുണ്ടാകുന്ന നിങ്ങളുടെ ഡിസിപ്ലിനാണ്, അതിൽ നിന്നുണ്ടാകുന്ന നിങ്ങളുടെ റിസൾട്ടാണ്, ഇമ്പാക്റ്റാണ് സസ്റ്റെയിൻ ചെയ്യുള്ളൂ, ലോങ് ടേമിൽ നിങ്ങൾക്ക് റിവാർഡ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. സോ ഫൈനലി നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ 5 വർഷം ചിലവാക്കും ഓരോ കാര്യങ്ങളിൽ ഷോർട്ട് കട്ടിൽ പോയി 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമായി തീരാൻ അവർ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ അതേ 5 വർഷത്തിൽ 2 വർഷം കൃത്യമായിട്ട് ഒരേ കാര്യത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് ആ ബോറിംഗ് വർക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കറക്റ്റായിട്ടുള്ള റൂട്ടിലൂടെ പോവുകയായിരുന്നുണ്ടെങ്കിൽ ആ 2 വർഷം കൊണ്ട് ആ ഡൊമൈനിലെ ഒരു എക്സ്പേർട്ട്, ഒരു മാസ്റ്ററി ആവാൻ പറ്റുമായിരുന്ന ഒരാൾ ഇന്നൊന്നുമല്ലാതായി തീരുന്നതിൻ്റെ കാരണം അവർ ആ ഷോർട്ട് കട്ട്സ് ചേസ് ചെയ്തുകൊണ്ടാണ്. സോ ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും അത്തരത്തിൽ ഷോർട്ട് കട്ടുകളെ ചേസ് ചെയ്ത് അവരുടെ ലോങ് ടേം റിവാർഡിനെ ബ്ലൈൻഡ്ലി ഇല്ലാണ്ടാക്കരുത് എന്നുള്ളതാണ് റിക്വസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്
ഇറ്റ്സ് പേഴ്സണൽ ആൻഡ് ഇറ്റ്സ് പ്രൊഫഷണൽ. നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ ലൈഫിലും എല്ലാം നിങ്ങൾ ചൂസ് ചെയ്യേണ്ട, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട, നിങ്ങൾ അലേർട്ടായിട്ടിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. വീണ്ടും പറയുകയാണ്, ഷോർട്ട് കട്ടുകൾ എപ്പോഴും നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ ലോങ് ടേം സസ്റ്റൈനബിലിറ്റിക്കും സക്സസിനും വേണ്ടി ആയിരിക്കണം. ഫോക്കസ് ആയിരിക്കണം നിങ്ങളുടെ ഷോർട്ട് കട്ട്. ആ ഒരു കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ മാത്രമാണ് ലോങ് ടേമിൽ നിങ്ങൾക്ക് റിവാർഡബിൾ ആവാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇത്തരത്തിൽ ഒരുപാട് നല്ല വീഡിയോകളുമായിട്ട്, ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസുകളുമായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ബിസിനസ് എല്ലാത്തിനെയും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.